ഇത് ഞങ്ങളുടെ കൊയിലാണ്ടിയിലെ പ്രശസ്തമായൊരു ദേവീക്ഷേത്രമാണ്. ശ്രീ കൊല്ലം പിഷാരികാവ് ക്ഷേത്രം എന്നാണ് ഇതിൻ്റെ പേര്. ഞങ്ങൾ കൊയിലാണ്ടിക്കാർ ഇതിനെ ശാര്യാമമ്പലം എന്നുകൂടി പറയാറുണ്ട്. പണ്ട് വിഷാരികാവ് എന്നതിൽ നിന്നും ഇപ്പോഴത് പിഷാരികാവായി എന്നും പറഞ്ഞു കേൾക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ അമ്പലത്തിന്. ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഒരുപാട് കഥകളുമുണ്ട്. നാലമ്പല യാത്രയ്ക്ക് തുല്യമായ 4 ദുർഗാദേവി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പൊയിൽക്കാവ് വനദുർഗാദേവി ക്ഷേത്രം, പിഷാരിക്കാവ് ഭദ്രകാളി ക്ഷേത്രം, ഉരുപുണ്യക്കാവ് ജലദുർഗാ ക്ഷേത്രം, ലൗകനാർക്കാവ് ആദിപരാശക്തി ക്ഷേത്രം എന്നിവയാണ് നാലമ്പല യാത്രയ്ക്ക് തുല്യമായ 4 ദുർഗാദേവി ക്ഷേത്രങ്ങൾ. ഒരുപാട് ആഘോഷങ്ങളും ഈ അമ്പലത്തിൽ നടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഏതാണെന്നറിയോ? പ്രതിഷ്ഠാദിനം, കാളിയാട്ടം കുറിക്കൽ, കാളിയാട്ട മഹോത്സവം, നവീകരണ വാർഷികം, ഇല്ലം നിറ, തോറ്റം, പുത്തരി, മണ്ഡലപൂജ, തൃക്കാർത്തിക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാളിയാട്ട മഹോത്സവമാണ്. മീനമാസത്തിൽ 8 ദിവസങ്ങളിലായാണ് കുംഭം 10-ന് തുടക്കം കുറിക്കുന്ന ഈ ആഘോഷം നടന്നു വരുന്നത്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ അമ്പലത്തിന്. കൊയിലാണ്ടി ഭാഗത്തു കൂടി കടന്നു പോകുന്നവർ ഈ അമ്പലത്തിൽ കയറാതെ പോകരുത് കേട്ടോ.